സർ, രണ്ട് കാര്യങ്ങളാണ് തീർത്തും വസ്തുതാവിരുദ്ധമായ രീതിയിൽ പ്രചരിപ്പിക്കാൻ നോക്കുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞ ധാരണാപത്രം, അത് മരവിപ്പിക്കാനാണ്, അതിലൂടെ അല്ലാതെ റദ്ദാക്കലല്ല LDF സർക്കാർ ചെയ്തു തീർന്നു. സർ, LDF സർക്കാർ ഒക്ടോബർ 23-നാണ് 2025 ഒക്ടോബർ 23-നാണ് ഈ പറയുന്ന ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. പക്ഷേ കാണേണ്ടത്, ഞങ്ങളെടുത്ത നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായി തന്നെ 2025 നവംബർ 12-ന്, അതായത് 20 ദിവസത്തിനകം ധാരണാപത്രം മരവിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിന് ഔദ്യോഗികമായി കത്തയച്ചു. സർ, ആ കത്ത് സംസ്ഥാന സർക്കാരിന്റെ നിലപാടാണ്. ആ നിലപാട് സർ ഇവിടെ മരവിച്ചല്ലോ, ഒരു കാര്യത്തിലും പിന്നീട് മുന്നോട്ട് പോയില്ലല്ലോ. സർ, ഈ കേരളത്തില് സംസ്ഥാന സർക്കാരിന്റെ അന്നത്തെ നിലപാടിനെ തുടർന്ന് ഇതാകെ മരവിക്കുകയും ഈ പദ്ധതി സംസ്ഥാനത്ത് ആരംഭിക്കാൻ കഴിയാതെ വരികയും ചെയ്തല്ലോ. അതൊരു വസ്തുതയല്ലേ? കേരളത്തിൽ ഇപ്പോ PMC പദ്ധതി നടപ്പായിട്ടില്ലല്ലോ. മറ്റൊന്ന്, സർ, ഇവിടെ വല്ലാതെ വാദിക്കുന്നൊരു കാര്യം, ഒപ്പിട്ട ധാരണാപത്രം പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ അവകാശമില്ല എന്നാണ്. സർ, ധാരണാപത്രം ഒപ്പിട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം പദ്ധതി നടപ്പാകില്ല. പദ്ധതി നടപ്പാക്കണമെങ്കിൽ ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കണം. മാത്രമല്ല, പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂളുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിനെ പോർട്ടലിലൂടെ അറിയിക്കണം. ഇത് 28/10/25 തന്നെ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച ഓൺലൈൻ പോർട്ടലിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നില്ല എന്നറിയിച്ചിട്ടുണ്ട്. സർ, അതോടൊപ്പം തന്നെ ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം കേരളത്തിലെ ഒരു തലത്തിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുമില്ല. ഒരു കാര്യവും നടന്നിട്ടില്ല. സർ, അതേപോലെ തന്നെ ഓരോ ബ്ലോക്കിലും 2 സ്കൂൾ വീതമാണ് PMC സ്കൂളായി ഉയർത്തേണ്ടത്. അങ്ങനെ ഒരു ലിസ്റ്റും കേരളത്തിൽ ഇതേവരെ ഉണ്ടാക്കിയിട്ടില്ല. സ്കൂളുകളുടെ ലിസ്റ്റ് കൈമാറിയിട്ടുമില്ല. സർ, പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനം 40% ഫണ്ട് വകയിരുത്തണം. ഇതും നടന്നിട്ടില്ല. ഇതില് സംസ്ഥാനം പാലിക്കേണ്ട മറ്റ് അനുബന്ധ നിബന്ധനകളുണ്ട്. ഇതൊന്നും നിർവഹിച്ചിട്ടില്ല. അപ്പൊ ഇതൊന്നും നിർവഹിക്കാതെ പദ്ധതിക്ക് മുന്നോട്ട് പോകാനാവില്ല. ഒപ്പിട്ടതിന് ശേഷമാണ് ഇതൊക്കെ വരേണ്ടത്. ആ വരേണ്ട കാര്യങ്ങളാണ് ഇവിടെ നടക്കാതായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങള് നമ്മുടെ സംസ്ഥാനത്ത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് അറിയിക്കുന്ന നിലയാണ് നേരത്തെ LDF സർക്കാർ സ്വീകരിച്ചത്.